നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ആത്മബന്ധുക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു ചേഞ്ച് വരാൻ, മാറ്റം വരാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ താൽക്കാലികമായ രാഹു കേതു മാറ്റം, ശനി മാറ്റം ഇത് മാത്രമല്ല നമ്മളെ ബാധിക്കുന്നത്. നമ്മൾ ജനിക്കുന്ന രാശിക്ക് അനുസരിച്ചുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇപ്പോൾ നിങ്ങൾ ഇടവക്കൂറുകാർ, അതായത് കാർത്തികയുടെ മുക്കാൽ പങ്കും, ശരിക്കും കാർത്തിക നക്ഷത്രം എന്ന് തന്നെ പറയാം, കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ 1, 2 പാദം, ഇത്രയും നക്ഷത്രത്തിൽ ഉൾപ്പെട്ട ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങളെ റൂൾ ചെയ്യുന്ന പ്ലാനറ്റ് എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് നമുക്ക് സുഖം, സന്തോഷം, സൗഭാഗ്യമൊക്കെ തരുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ഏത് കർമ്മവും ജോലിയും ശുക്രനായിട്ട് ബന്ധപ്പെട്ടാൽ പെട്ടെന്ന് വിജയിക്കും. നിങ്ങൾ പഠനം ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന, ആകർഷിക്കുന്ന, അവരുടെ മനസ്സിനെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കലാ പ്രവർത്തനങ്ങൾ, ഡാൻസ്, പാട്ട്, ഇതെല്ലാം മറ്റുള്ളവരെ ആകർഷിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വർണം, തുണിത്തരങ്ങൾ, ഫാൻസി ഐറ്റംസ്, ഇങ്ങനെ മറ്റുള്ളവരുടെ ഹൃദയത്തെ ആകർഷിക്കുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പഠനവും അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സും ഒക്കെ ഈ കാർത്തിക, അതുപോലെ തന്നെ രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിക്കാർ, 1, 2 പാദക്കാരെ സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യും. ഇത് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും നമുക്ക് യോജിക്കാത്ത ചില ബിസിനസ്സുകളിലോ പിന്നെ കർമ്മ മേഖലയിലൊക്കെ പോയി പെട്ടിട്ടാണ് നമ്മൾ വിജയിക്കാതെ വരുന്നത്. ഇത് മാത്രമല്ല, ജാതകാൽ ഇതിന് വേറെയും ടേംസ് ഉണ്ട്, എങ്കിലും ജനറലി സൂക്ഷിക്കേണ്ട ഒരു കാര്യം. കാരണം നിങ്ങളെ ലൈഫ് ലോങ് നിങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ശുക്രൻ്റെ ഗുണദോഷം അനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം. അപ്പോൾ എന്ത് ചെയ്യണം? ലൈഫ് ലോങ് നിങ്ങൾ ശുക്രപ്രീതിക്കായിട്ട് വെള്ളിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ആരാധനകൾ ചെയ്യുകയോ ചെയ്യണം. ലക്ഷ്മി പ്രീതി വരുത്തണം. ലക്ഷ്മി പ്രീതി മീൻസ് മഹാലക്ഷ്മിക്കായിട്ട് ക്ഷേത്രങ്ങൾ കുറവാണ്. പക്ഷേ മഹാലക്ഷ്മിയോടൊപ്പമുള്ള ലക്ഷ്മി നരസിംഹം, ലക്ഷ്മി വരാഹമൂർത്തി, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. ഇത്തരം ക്ഷേത്രങ്ങളിൽ നമ്മൾ നേരിട്ട് പോയിട്ടോ കഴിയുന്നതും പോകുന്നതാണ് നല്ലത്. പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരുടെങ്കിലും പറഞ്ഞിട്ടെങ്കിലും നമുക്ക് വേണ്ടി മാസത്തിലൊരു വെള്ളിയാഴ്ചയെങ്കിലും അവിടെ ഒരു ലക്ഷ്മി നാരായണ പൂജയോ അല്ലെങ്കിൽ അഷ്ടോത്തര അർച്ചനയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടുത്തെ പ്രീതി നേടണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഴിയുന്നതും പണം കടം കൊടുക്കുകയോ വലിയ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യരുത്. പണം നമുക്ക് വാങ്ങാം, കൊടുക്കുന്നത് നിർത്തുക. വലിയ പ്രത്യേകിച്ച് ബിസിനസ്സുകാർ, കാരണം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ നല്ലൊരു ശതമാനം ബിസിനസ്സിൽ വിജയിക്കുന്നവരാണ്. ബിസിനസ് പറഞ്ഞിട്ടുള്ള ജാതകമാണ്. അതായത് കാർത്തിക, രോഹിണി, അതുപോലെ തന്നെ മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതിക്കാരെ സംബന്ധിച്ച് അവർക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ വളരെ ഗുണം ചെയ്യുന്നവരാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കുകയും വേണം. ഇനി നമ്മൾ പറയും, എനിക്ക് ഇപ്പം വ്യാഴം മാറി, നല്ലതാണ്, വ്യാഴം 9 ഭാഗ്യസ്ഥാനത്തുണ്ട്, എനിക്കിപ്പോൾ ശനി മാറി, ശനിദോഷമെല്ലാം മാറി, 7ര ശനിയൊക്കെ മാറി, ഇനി ഞാൻ രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരിക്കും. അങ്ങനെയല്ല. നിങ്ങളുടെ ജാതകത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വ്യാഴം, ചൊവ്വ, ചന്ദ്രൻ, ഈ ഗ്രഹങ്ങളുടെ ദശാകാലം നിങ്ങൾക്ക് ഗുണമല്ല. അപ്പം നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ദശാകാലം അതാണോ എന്ന് നോക്കണം. ആണെങ്കിൽ ജാതകാൽ ആ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മം ചെയ്തു തന്നെ വേണം. അതിൽ പ്രത്യേകിച്ചും വ്യാഴദശയിലെ ചൊവ്വ അപഹാരവും ചൊവ്വാദശയിലെ വ്യാഴ അപഹാരവും ഗംഭീര ദോഷം ഉണ്ടാക്കും. അതായത് മരണതുല്യ കഷ്ടതകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കടബാധ്യത, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പൊളിയുക, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ, ഇതൊക്കെ വരാവുന്ന സമയമാണ്. അപ്പോൾ പിന്നെ ഒരുവിധം എല്ലാ വീഡിയോകളിലും ഞാൻ പലപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടിങ്ങനെ നെഗറ്റീവല്ല, അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് മുൻകൂട്ടി പ്രിക്കോഷൻ എടുക്കും. അതായത്
ആ ഗ്രഹങ്ങളെ ബലപ്പിക്കുക, ആ ഗ്രഹകാലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമ്മൾ പരാജയപ്പെടില്ല. അതായത് വലിയ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യരുത്, അനിഷ്ടകരമായ സാമ്പത്തിക നമ്മൾ പറയില്ലേ അവിഹിത മാർഗത്തിലെ സമ്പാദ്യങ്ങൾക്കൊന്നും പോകരുത്. ഇങ്ങനെ നിന്നാൽ കുഴപ്പമില്ല. ഇനി അടുത്തത്, നിങ്ങൾക്ക് ധനവും സന്താനവും ഗുണകരമായി വരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനം വന്നാൽ പോരെ, നിലനിൽക്കണം. അതുപോലെ തന്നെ സന്താനത്തിന് ഉണ്ടായാൽ പോരെ, സന്താനത്തിന് കൊണ്ട് ഗുണം വരണം, അവരെ കൊണ്ട് ദുഃഖിക്കാനിട വന്നുകൂടാ. അപ്പോൾ അതിനെന്ത് ചെയ്യും? ഞാൻ ഈ പറയുന്ന ഇടവക്കൂറുകാർക്ക് മാത്രം ബാധകമാണ് കേട്ടോ. അതായത് പിന്നെ കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 1-2 പാദം മാത്രം. കാർത്തികയിൽ 1-ാം പാദം ഉൾപ്പെടില്ല, അപ്പുറത്താണ്, മേടക്കൂറിലാണ്. ഇടവക്കൂറിൽ വരുന്ന 3/4, അതായത് 2, 3, 4 പാദങ്ങൾ. അപ്പോൾ ഈ നമ്മൾ സന്താനത്തിനെ കൊണ്ട് ഗുണം വരാൻ, അതുപോലെ ധനം വന്നാൽ നിലനിൽക്കാൻ, ധനം ബുദ്ധിപരമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനും ധനം ഉണ്ടായാൽ പോരാ, നിലനിൽക്കണം. പലരും പറയും എനിക്ക് നല്ല ശമ്പളമുണ്ട്, വലിയ ധനമൊക്കെ വന്നു, പക്ഷേ ഒന്നും നിലനിൽക്കുന്നില്ല, ആവശ്യമില്ലാതെ ഒരുപാട് പേരെ സഹായിച്ചു, അങ്ങനെ ഇങ്ങനെ പോയി. അങ്ങനെയല്ല, ധനം നിലനിർത്തുന്നത് ബുദ്ധിപരമായിട്ടും നമ്മൾ ഫിനാൻസ് മാനേജ്മെൻറ്റ് പഠിക്കണം. നമ്മൾ ഫിനാൻസ് മാനേജ്മെൻറ്റിൽ, അതായത് ജ്യോതിഷത്തിലെ ഫിനാൻസ് മാനേജ്മെൻറ്റ് ഒരു പ്രത്യേക വിഭാഗമാണ്, അതറിഞ്ഞിരിക്കണം. കച്ചവടം, അതായത് നമ്മളെ ബിസിനസ് ജ്യോതിഷമുണ്ട്, അത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫിനാൻസിൽ നമ്മൾ ധനം വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ബുധനെ പ്രീതിപ്പെടുത്തിയാൽ നമുക്കത് അന്യരെ സഹായിച്ച് നഷ്ടപ്പെടുത്താതെ ചിട്ടിയോ ഇൻവെസ്റ്റ്മെൻറ്റുകളോ ആക്കി ഗോൾഡാക്കി നാളത്തേക്ക് അസറ്റാക്കി മാറ്റാൻ കഴിയും. എന്നിട്ട് അത് നല്ലൊരു തുകയാകുമ്പം ഭൂമിയോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടുന്ന ഗോൾഡോ ഒക്കെ ആക്കി നമ്മൾ മാറ്റും. അല്ലാത്തവർ ഇത് പാഴായി ചിലവഴിച്ചും മറ്റുള്ളവരെ സഹായിച്ചും നഷ്ടപ്പെടുത്തും. അപ്പോൾ ആ ബുധനാണ് നമ്മളിതിനെ സഹായിക്കേണ്ടത്. ആരെ? ഇടവക്കൂറുകാരെ. എല്ലാവരെയും അല്ല, ഇടവക്കൂറുകാരുടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ മാത്രമാണ്. നിങ്ങളെ ലൈഫ് ലോങ് ബുധൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ ധനം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതിനെന്ത് ചെയ്യും? ബുധപ്രീതികരമായ കാര്യങ്ങൾ. ബുധൻ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ, വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളായ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ഇങ്ങനെയുള്ള ദേവതമാരെ പ്രീതിപ്പെടുത്തുക, ലക്ഷ്മി നരസിംഹമൂർത്തിയെ പ്രീതിപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ അത് ഗുണം വരും. നമ്മൾ ഇത്തരം ദേവതമാരുടെ അഷ്ടോത്തരം കേൾക്കുകയോ അതല്ലെങ്കിൽ അത്തരം ക്ഷേത്രങ്ങളിൽ പാൽപ്പായസമോ, പിന്നെ ശ്രീകൃഷ്ണന് ധനം ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അവൽ നിവേദ്യമൊക്കെ ചെയ്യുന്നത് വളരെ അത് നിലനിർത്തി ധനം നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. സന്താനങ്ങൾ കൊണ്ടും എന്തെങ്കിലും അനിഷ്ടം വരുമ്പം ഈ ബുധപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തു. ബുധപ്രീതി എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുധപ്രീതിക്കായിട്ട് പച്ച മരതകം രത്നം ധരിക്കാം, ത്രിപുരസുന്ദരി ഏലസ് ധരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് ബുധപ്രീതി വരുത്താം. അതുപോലെ സന്താന ഭാഗ്യത്തിന് കാലതാമസം വരാവുന്ന ഒരു കൂറുകാരാണ് ഇടവക്കൂറുകാർ. കാരണം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, അതുപോലെ തന്നെ രോഹിണി, മകയിരത്തിൻ്റെ 1-2 പാദക്കാരെ സംബന്ധിച്ച് സന്താന ലബ്ധിക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ സന്താന ലബ്ധിക്ക് കാലതാമസം വരികയാണെങ്കിൽ നിങ്ങൾ ബുധപ്രീതികരമായ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകമുള്ള 5-ാം ഭാവത്തിനെ ബലപ്പിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അതിൻ്റെ കാരണം നിങ്ങളുടെ 5-ാം ഭാവത്തിൽ ബുധൻ നപുംസക ഗ്രഹമാണ്. പെട്ടെന്ന് നമുക്ക് സന്താന അഭീഷ്ടസ്ഥിതി തരത്തില്ല. അപ്പോൾ സന്താന ഗോപാല അർച്ചന, സന്താന ഗോപാല ക്ഷേത്രങ്ങൾ ദർശനം, ഇതൊക്കെ വേണ്ടി വരും. ഒപ്പം തന്നെ ബുധപ്രീതികരമായിട്ടുള്ള ചില ജപങ്ങളും, അത് ജാതകത്തിൽ പ്രത്യേകിച്ചും സർപ്പദോഷം കൂടി ഉണ്ടെങ്കിൽ, 5-ാം ഭാവത്തെ ചിലപ്പം ബുധനാണ്, ബുധനെ ദൃഷ്ടി ചെയ്യുന്ന സർപ്പനാണ് എങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ കേതുവാണ് ദൃഷ്ടി ചെയ്യുന്നത്, ബുധനോടൊപ്പം സർപ്പനുണ്ടെന്ന് കരുതുക എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സർപ്പപ്രീതി വരുത്തി അതിൻ്റെ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്ത് സർപ്പക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച് കഴിക്കേണ്ടിയൊക്കെ വരും ഔഷധങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും അത് സന്താന അഭീഷ്ടസ്ഥിതിക്ക് മാത്രമല്ല, സന്താന ഗുണത്തിനും ചെയ്യാം. ചില സമയങ്ങളിൽ സന്താനങ്ങൾ പിന്നെ പറഞ്ഞാൽ അനുസരിക്കാതെ അവരുടെ പിന്നെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് മാറിപ്പോവുകയാണെങ്കിൽ അവർക്കിതുപോലെ അവരുടെ ജാതകത്തിൽ എങ്ങനെയാണ് ബുധൻ്റെ അവസ്ഥയെ നോക്കിയിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ കുടുംബസൗഖ്യവും എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദാമ്പത്യ സുഖം, കുടുംബത്തിൽ സ്വസ്ഥത, സമാധാനം,
അതുപോലെ അമ്മയെ കൊണ്ടുള്ള ഗുണം, അമ്മ പിണങ്ങിയിരിക്കാതിരിക്കുക, പിന്നെ നല്ല വാഹനം വേണം, നല്ല വാഹനം സഞ്ചരിക്കണം, ഇതൊക്കെ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്, അത് തെറ്റല്ല. അതിന് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അതിനുള്ള ഗുണം വരണമെങ്കിൽ ആദിത്യ ഭജനം തന്നെ വേണം. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം, ഭഗവാനോട് പ്രാർത്ഥിക്കുക, നല്ല വാഹനം കിട്ടും. അതുപോലെ തന്നെ ആദിത്യൻ്റെ വളരെ അപൂർവമായ ചെറിയ മന്ത്രങ്ങൾ കിട്ടും. അതെടുത്ത് മിനിമം ഞായറാഴ്ചയെങ്കിലും, എല്ലാ ദിവസവും കഴിഞ്ഞില്ലെങ്കിൽ ഉദയച്ചു വരുന്ന നോക്കി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഇത്തരത്തിലുള്ള ഭാഗ്യങ്ങളുണ്ടാക്കും. പ്രത്യേകിച്ചും ശുക്രൻ നിങ്ങളുടെ റൂളിംഗ് പ്ലാനറ്റ് ആയതുകൊണ്ട്, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന നിങ്ങളുടെ എന്താ പറയുക രാശിയാധിപതി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് പ്രീതിപ്പെടുത്തി വന്നാൽ നല്ല വാഹനവും നല്ല സുഖ സൗഭാഗ്യങ്ങളും സന്തോഷവും നല്ല സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുള്ള ജാതകക്കാരാണ് ഇടവക്കൂറുകാർ. മറ്റൊന്ന്, ഈ വിവാഹം അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നം വരാം ഈ ജാതകക്കാരെ സംബന്ധിച്ച്. അതായത് ഈ കാർത്തിക, രോഹിണി, ഇടവത്തിൻ്റെ 1-2 പാദങ്ങൾ, കാർത്തിക മുക്കാലും രോഹിണിയും പിന്നെ കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ 1-2 പാദം, അതായത് ഇടവക്കൂറിൽ വരുന്നവർ, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒന്നുകിൽ വിവാഹത്തിന് കാലതാമസം വരിക, അല്ലെങ്കിൽ വിവാഹത്തിൽ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ട ആളുമായി വിവാഹം നടക്കാൻ കാലതാമസം വരിക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളിനെ കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ട് വരിക, ഇഷ്ടപ്പെട്ടിട്ട് അകന്നു പോവുക, ഇങ്ങനെയൊക്കെ ധാരാളം സംഭവിക്കാം. കാരണം എപ്പോഴും ഇഷ്ടാനിഷ്ടങ്ങളിൽ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നല്ലൊരു ശതമാനവും ഇഷ്ടപ്പെട്ട് വിവാഹം നടക്കാൻ സാധ്യതയും കൂടെ കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ബ്ലോക്ക് വരാം പ്രണയത്തിലൊക്കെ. അപ്പോൾ ഇതിന് നിങ്ങളെ സഹായിക്കേണ്ട ചൊവ്വയാണ്. അതിന് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സുബ്രഹ്മണ്യ ഭജനം, അതുപോലെ ജാതകത്തിൽ ചൊവ്വ നിൽക്കുന്നത് യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളി ഭജനം, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമ്മൾ കുമാരസൂക്ത അർച്ചന, ഭഗവാന് തേനെന്തിനെയും സമർപ്പിക്കുക, ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല വിവാഹവും ഇഷ്ടപ്പെട്ട വിവാഹമൊക്കെ നടത്താൻ കഴിയും. കാരണം ജീവിതം വിജയിക്കുന്നതിൻ്റെ ഒരു പങ്ക് നമ്മളെ ജീവിത പങ്കാളിയും കൂടെയാണ്. ഇത് പറയാൻ കാരണം ഈ നിങ്ങൾക്ക് വിവാഹം മാത്രമല്ല, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് 7th ഹൗസിൽ വരുന്ന, അതായത് നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ലൈഫ് പാർട്ണർ മാത്രമല്ല, ബിസിനസ് പാർട്ണർ, നിങ്ങളുടെ ആത്മാർത്ഥ ബന്ധുക്കൾ, നിങ്ങളെ സഹായിക്കേണ്ട ആൾക്കാരെല്ലാവരും, നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളെ മേലധികാരികൾ, ഇവരെല്ലാം 7th ബന്ധപ്പെട്ട് നിങ്ങളെ സഹായിക്കേണ്ടവരാണ്. അവർക്കെല്ലാം പ്രശ്നം വന്നാൽ നിങ്ങൾ സുബ്രഹ്മണ്യ പ്രീതി തന്നെ നേടണം. പകരം മറ്റെന്തെങ്കിലും വഴിപാടുകൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ തൊഴിലിട്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ ചെയ്യേണ്ടത് തന്നെ ചെയ്യണം, എങ്കിലേ അതിന് ഗുണം വരുള്ളൂ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ജാതകമാണ്, അതുപോലെ തന്നെ അതിൽ ലാഭം വരണം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യലാഭവും നേട്ടവും ഉണ്ടാവണം ജീവിതത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില നമ്മൾ പറയില്ലേ മരണഭീതി, അല്ലെങ്കിൽ നമ്മൾ ആയുർഭീതിക്ക് തുല്യമായ കാര്യങ്ങൾ, ചില ഭയങ്ങൾ, ചില ശത്രുഭയങ്ങൾ, ഇതൊക്കെ വരികയാണെങ്കിൽ നിങ്ങളതിന് വ്യാഴപ്രീതി തന്നെ നേടണം. സുദർശന അർച്ചനകൾ ചെയ്യുക, സുദർശനമൂർത്തിയും നരസിംഹമൂർത്തിയും പ്രീതിപ്പെടുത്തുക. പിന്നെ അതിനകത്ത് സ്ഥിരമായിട്ട് വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്ത് ഭഗവാൻ സർവേശ്വരകാരായണ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം വിജയിച്ച് കിട്ടും. അതായത് ബിസിനസ്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ലാഭം, അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യലാഭം, ഏത് കാര്യത്തിലും ഉദ്ദിഷ്ട കാര്യങ്ങളിൽ ലാഭം നേടിയെടുക്കുക. അതുപോലെ തന്നെ ആയുസ് ദോഷം വരുന്ന രീതിയിലുള്ള കഷ്ടതകളിലും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുക. ഇതിനൊക്കെ വിഷ്ണുവിന്, അതായത് വ്യാഴത്തിനാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നത്. വ്യാഴഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, തിരുപ്പതി ദർശനം നടത്തുക, പുരാതനമായ ഗുരുവായൂർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം പോലുള്ള തിരുകാച്ചാൻകുറിശി മഹാവിഷ്ണു ക്ഷേത്രം പോലുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടുക. ഇതൊക്കെ ഇത്തരത്തിലുള്ള വിജയം നേടിത്തരും. അതേസമയം നിങ്ങൾക്ക് ജോലിയിൽ, അതായത് ഉദ്യോഗത്തിലാണ് മാറ്റം വരേണ്ടത്, ഇഷ്ടപ്പെട്ട മാറ്റം, അല്ലെങ്കിൽ തൊഴിലൊരു മാറ്റം വേണം, പ്രമോഷൻ വേണം, നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം വേണം, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ശനിപ്രീതി തന്നെ നേടണം. ഇത് എല്ലാ രാശിക്കാർക്കും അല്ല ഞാൻ പറയുന്നത്, ഇടവക്കൂറുകാർക്ക് മാത്രം. നിങ്ങളെ സംബന്ധിച്ച് ഈ ശനിയെ പ്രീതിപ്പെടുത്തിയാൽ അത്തരം കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്?
ശനി പ്രീതികരമായ കാര്യങ്ങൾ ശനീശ്വര പൂജ ചെയ്യുക, ശാസ്താവിൻ്റെ പിന്നെ ഹനുമാൻ സ്വാമിൻ്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, അവിടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക. ഇനി അടുത്തത്, ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക. പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ശാസ്ത മന്ത്രങ്ങൾ ജപിക്കുക. ഇതെല്ലാം ഗുണം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ കറുപ്പ്, കടുന്നീല, വെള്ള, പച്ച ഈ നിറങ്ങൾ എപ്പോഴും ഗുണകരമാണ്. ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ, ആ നിറത്തിലുള്ള ചില പേനയോ മറ്റു വസ്തുക്കളോ എപ്പോഴും കൈവശമുള്ളത് നമ്മൾ പോകുന്ന വഴിയിൽ ബ്ലോക്കുകൾ നീങ്ങാൻ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ പച്ച മരതകം, ഇന്ദ്രനീലം, അതുപോലെ തന്നെ വെള്ള പുഷ്യരാഗം, ഡയമണ്ട് ഇങ്ങനെയുള്ള രത്നങ്ങൾ ധരിക്കുന്നത് ഗുണം ചെയ്യും. പക്ഷേ രത്നങ്ങളൊക്കെ ധരിക്കുമ്പോൾ അത് നമ്മൾ എങ്ങനെ പറയാം, പരീക്ഷിച്ച് യോജിക്കുമെന്ന് ബോധ്യപ്പെട്ടേ ചെയ്യാവൂ. ജാതകം പരിശോധിച്ച് ജാതകാൽ കൂടി നമുക്ക് ഭാഗ്യം തരുന്നതാണോ അനിഷ്ടം തരുന്നതാണോ എന്ന് ചിന്തിച്ചിട്ടേ ചെയ്യാവൂ. ചിലപ്പോൾ ജാതകാൽ നോക്കുമ്പോൾ ഇതിലേതെങ്കിലും രത്നം ധരിക്കാൻ പോകുമ്പോൾ ആ ഗ്രഹം നമുക്ക് ഒരുപാട് അനിഷ്ടത്തിലാണ്, നീചത്തിലൊക്കെ ആണെങ്കിൽ അത് പാടില്ല. ഇനി അടുത്തത്, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പകുതി വരുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. അതായത് ഒരു ബിസിനസ്സിലോ പ്രധാനപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ നമ്മൾ അവരെ ഒന്നും വിശ്വസിച്ച് ഏൽപ്പിക്കരുത്. അവർ നമ്മളെ ചതിക്കുമെന്നല്ല, അവർ നമുക്ക് നല്ലതിന് വേണ്ടി അവർ ചെയ്താൽ പോലും അത് അനിഷ്ടമായി മാറിപ്പോകും. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഫിനാൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഈ നക്ഷത്രക്കാരെ ഏൽപ്പിക്കരുത്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അവരെ ഏൽപ്പിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുത്. വലിയ ധനം കടം കൊടുക്കുക, അല്ലെങ്കിൽ ധനം ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കുക, നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുക, ഇതൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യരുത്. കാരണം നിങ്ങൾ അഷ്ടമരാശിക്കൂറിൻ്റെ നക്ഷത്രങ്ങളാണ്. അവർക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങൾ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ നിലവിലുള്ള നമുക്ക് 7ര ശനി കഴിഞ്ഞു, കണ്ടകശനി കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ പോരാ. ജാതക ലൈഫ് ലോങ് ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കേണ്ടതാണ്. ലൈഫ് ലോങ് നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ജാതകം പരിശോധിക്കുമ്പം പൂർവ്വജന്മദോഷങ്ങളോ നമ്മൾ ജനിച്ച തറവാട്ടിൻ്റെ ശാപദോഷങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. അതിന് ജീവിതത്തിൽ ഒറ്റത്തവണ പരിഹാരം ചെയ്ത് മുന്നേറിയാലേ നിങ്ങളുടെ ബ്ലോക്കുകൾ നീങ്ങി ഒരുവിധം സ്വസ്ഥമാവുള്ളൂ. ഒപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. നമ്മുടെ തന്നെ ജപവും പ്രാർത്ഥനയും കൊണ്ടേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. ഈ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൺസൾട്ടിങ്ങിൻ്റെ സംശയങ്ങൾക്ക് അതിൽ മെസ്സേജ് ഇടാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കിനും എപ്പോഴും നന്ദിയും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.